ഈ രാത്രി എല്ലാവരും കൂടെ ഒരുങ്ങി കെട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുന്നില്ലേ? നമുക്ക് നാളത്തേക്ക് മലക്കറി വാങ്ങിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ മലക്കറി വാങ്ങിക്കാൻ വേണ്ടി പോവാം. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് റോഡിൽ കയറി ഇതാ വന്നു നമ്മുടെ സാരഥി ഓട്ടോ. ഓട്ടോ അല്ല, ഇത് ടോട്ടോയാണ്. ടോട്ടോ എന്നാണ് പറയുന്നത്. ഇതാ നമ്മൾ റോഡിൽ കയറി നിന്നാൽ മതി, അപ്പോഴേക്കും എത്തും എവിടെ നിന്നെങ്കിലും ടോട്ടോ. അതാണ് ആസാമിൽ നേരെ വന്നു നമ്മൾ മലക്കറി കടയിലോട്ട് വന്നു. ഇത് ഇവിടെ ഉള്ളവർ കഴിക്കുന്ന ഓരോ തരം വെജിറ്റബിൾസാണ് കേട്ടോ. ഇത് വെറൈറ്റി മോയ് ഇതാ പച്ചക്കറിയുടെ ഇടയിൽ കിടന്ന് കളിക്കുകയാണ്. ഇതെന്ത് വെജിറ്റബിളാണെന്ന് എനിക്കേ അറിഞ്ഞൂടാ. നിങ്ങൾക്കറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത് ഇതാ നമ്മുടെ വെള്ളരി പോലത്തെ എന്തൊരു ഒരു സാധനമാണ്, പപ്പാളിക്ക പോലെ ഇരിക്കണം, പക്ഷെ പപ്പാളിക്ക അല്ലെന്നാണ് അയാൾ പറഞ്ഞത്. ഇതും അതുപോലെ വെറൈറ്റി എന്തോ സാധനമാണ്. അങ്ങനെ എല്ലാ മലക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ പോവുകയാണ്. ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് മാർക്കറ്റെല്ലാം നല്ല തിരക്കാണ്. മാർക്കറ്റിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാതെ കൊണ്ടിരിക്കുകയാണ്. ഫുൾ തിരക്കെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ മാർക്കറ്റിൽ എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സാധനം വെറ്റില, പാക്ക്, കൊയില അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത്. വെറൈറ്റി വെജിറ്റബിൾസും ഉണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു പച്ചക്കറി കടയിൽ കയറി അവിടെ തക്കാളി ചോദിച്ചപ്പോൾ നല്ല തക്കാളിയൊന്നുമില്ല. അപ്പോൾ അയാൾ നല്ല ഡിസൈനായിട്ട് എന്തോന്ന് വെറ്റില അടുക്കി വെച്ചിരിക്കുകയുണ്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഇത്. വെറ്റില എങ്ങോട്ട് തിരിഞ്ഞാലും വെറ്റിലയാണ്. ഇവിടുത്തെ ചൂട് എത്ര ഇതായിരുന്നാലും ഭയങ്കര ചൂടാണ്. നമ്മുടെ അവിടുത്തെ കുറ്റിച്ചൂല് ഇവിടെ നമുക്ക് ചൂല് വിൽക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഒരു ചൂലിന് വന്നിട്ട് ഏകദേശം 60-70 രൂപയാണ്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും നാളെ ചിങ്ങമൊന്നല്ലേ, ഒരു താമര മുട്ടൊക്കെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു, ഒരു താമര മുട്ടിന് എത്ര? അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നിന് 5 രൂപയേ ഉള്ളൂ, 2 എണ്ണം 10 രൂപയേ ഉള്ളൂ. നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര രൂപയായിരിക്കും അല്ലേ ഇതിന് റേറ്റ്? ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ നേരെ അടുത്ത് ഇതിലോട്ട് പോയപ്പോഴത്തേക്കാണ് നൊങ്കിരിക്കണം. ചേട്ടാ നൊങ്ക് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു വേണ്ട, അത് വേണ്ട. പിന്നെ നേരെ വന്നു ആസാമി സ്നാക്സ്. ഇത് ആസാമി സ്നാക്സാണ്. ആസാമിൽ എവിടെ നോക്കിയാലും മെയിനായിട്ട് കാണാൻ പറ്റുന്ന സ്നാക്സ് ഇത് മാത്രമാണ്. ഇത് ഏത് ഭാഗത്ത് നോക്കിയാലും ആസാമിൽ ഈ ഒരു സ്നാക്സ് ഇത് രണ്ടും. പിന്നെ ലഡു, ജിലേബി ലഡു നല്ല മധുരമായതുകൊണ്ട് നമ്മളത് വാങ്ങിയില്ല. ഇത് വാങ്ങിയായിരുന്നു. അവർ നമുക്ക് 1/2 കിലോ വാങ്ങിച്ചപ്പോൾ നമുക്ക് എടുത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. വാങ്ങിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതാ നമ്മുടെ ദൈവങ്ങളൊക്കെ ഇരിക്കുന്നു. നമ്മുടെ ഇവിടെ ദൈവങ്ങളെല്ലാം ഒരുപോലെയാണ്. അങ്ങനെ തിരിഞ്ഞപ്പോഴത്തേക്കും ഒരു പശു എന്നെ കുത്താൻ വേണ്ടി, ദൈവമേ ഈ പശുവിനും എന്നെ കണ്ടിട്ട് പിടിച്ചില്ലേ ഈശ്വര. നമ്മുടെ അവിടെ പാത്രങ്ങളൊക്കെ സാധാ ഷോപ്പിലല്ലേ വാങ്ങിയത്. ഇവിടെ നമ്മൾ മാർക്കറ്റിൽ വന്നാൽ ടേബിൾ ഫാൻ, എല്ലാ ഫാൻസ് എല്ലാം നമുക്ക് ചീപ്പ് റേറ്റിൽ വാങ്ങിക്കാൻ പറ്റും. പിന്നെ നോക്കിയപ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലെ ഒന്നുമല്ല. ഇവിടെ വന്ന് രക്ഷാബന്ധൻ രാഖികൾ കണ്ടപ്പോഴാണ് അയ്യോ എന്തെന്ത് ഭംഗിയുള്ള രാഖികളെന്നറിയോ. അതൊക്കെ വന്ന് കാണുമ്പോൾ നമുക്ക് എല്ലാം വാങ്ങിച്ച് കൈ കെട്ടാൻ തോന്നും. പക്ഷേ ഇവിടുത്തെ രക്ഷാബന്ധൻ കഴിഞ്ഞ കേട്ടോ, എങ്കിലും രാഖി ഇവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പം നോക്കിയപ്പോഴത്തേക്കും ഒരു അപ്പൂപ്പൻ കരിമ്പ് നാളത്തേക്കുള്ളതാണ്. ജന്മാഷ്ടമി ആയതുകൊണ്ട് കരിമ്പിന് ഭയങ്കര ഡിമാൻഡാണ്. ഇവിടെ ഇതാ തേങ്ങ വാങ്ങിക്കുകയാണ് നമ്മൾ. ഒരു തേങ്ങയ്ക്ക് 60 രൂപയാണ്. അയാളിവിടെ എത്ര കുറയ്ക്കാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. ഒരു തേങ്ങയ്ക്ക് 60. കുറച്ചുകൂടെ വലിയ തേങ്ങ നോക്കിയപ്പോഴത്തേക്ക് അയാൾ 100 രൂപയാണ് റേറ്റ് പറഞ്ഞു. ലാസ്റ്റ് നമ്മൾ പിന്നെ ചെറിയ തേങ്ങ തന്നെ മതി എന്ന്. പിന്നെ നമ്മുടെ സാരഥിയായി അടുത്ത് നമ്മൾ ടോട്ടോയിലായിട്ട് കയറിയിരിക്കുന്നു. ടോട്ടോയിൽ കയറുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളെ ഭയങ്കര ഇതാണ്, ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ, വലിയ നല്ല സ്പേസൊക്കെ ഉള്ളത്. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ടാണ്. വീട് വന്നിട്ട് ബിനാമന്ദിറിൻ്റെ അടുത്താണ്. നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോണതിനിടയിൽ ഒരുപാട് കടകൾ കണ്ടു. ഒരുപാട് കടകളുണ്ട്. ഇവിടെ കടകളൊക്കെ അടയ്ക്കാനായിട്ട് നന്നായിട്ട് താമസിക്കും കേട്ടോ. പക്ഷേ നമ്മുടെ പോലെ വലിയ കടകളൊന്നുമില്ല. ചെറിയ കുട്ടി കടകൾ നിറച്ചുണ്ട്. തുണിക്കടയായിരുന്നാലും ഇതായിരുന്നാലും പക്ഷേ എല്ലാം ചീപ്പ് റേറ്റാണ്. സാധനങ്ങളൊക്കെ ചീപ്പ് റേറ്റാണ്. പിന്നെ മെഡിക്കൽ സ്റ്റോർ വന്നിട്ട് നമ്മുടെ നാട്ടിൽ മുക്കിന് മെഡിക്കൽ സ്റ്റോർ ഉണ്ടെങ്കിൽ ഇവിടെ മെഡിക്കൽ സ്റ്റോർ വളരെ കുറവാണ്. ആ റോഡ് സൈഡിൽ അവിടെ ഇരുന്നില്ലേ, അവിടെ ഇരുന്നവരുടെ കയ്യിലാണ് വെറൈറ്റി വെജിറ്റബിൾസ് നിറച്ചുണ്ട്.
അത് വാങ്ങിച്ച് ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ദോശക്കടയാണ്. അവിടെ നമുക്ക് നല്ല അടിപൊളി ദോശകൾ കിട്ടും, കേരള ദോശകൾ കിട്ടും. നമ്മൾ ഇതുവരെ ആക്ച്വലി ഇനി ഒരു ദിവസം പോയി ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ സ്പോട്ട് എന്ന് വന്നിട്ട് ഇതാണ് നമ്മുടെ ദോശക്കട. ഇത് നമ്മുടെ ഒരു മലയാളി ആൾ നടത്തുന്ന ദോശക്കടയാണ്. അയാൾ എത്രയോ വർഷം കൊണ്ട് ഇവിടെ വന്ന് ദോശക്കട നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടെത്താറായി. വീടെത്തിയിട്ടുണ്ട്. ഇനി നേരെ ഇറങ്ങുക, ബാക്കി വാങ്ങിച്ച സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് വയ്ക്കുക, ബാക്കി എല്ലാം പറക്കി വെച്ചിട്ട് നാളെ രാവിലെ എണീക്കണം. നാളെ നമുക്ക് ചിങ്ങം 1 നാളെ നമുക്ക് ഉഷാറായിട്ടുള്ള പുതിയൊരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യണം. വീട്ടിലേക്ക് നേരെ വന്ന ഉടനെ തന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഫ്രഷായി തണുത്ത വെള്ളം കുടിച്ചപ്പോൾ ആഹാ എന്ത് സുഖം, എന്തോ ഒരു കാറ്റ് കിട്ടിയതുപോലെ ഒരു സുഖം. ഇനി എല്ലാവരും പുതിയ വിശേഷങ്ങൾ ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ടാറ്റാ.